+1 റിസൾട്ട് വന്നു. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ വിജയമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അത് നിങ്ങളുടെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർക്ക് നിങ്ങളുടെ അർഹതയുടെ വിജയമാണ്. അപ്പോൾ എല്ലാവർക്കും മക്കളെ ഓൾ ദി ബെസ്റ്റ്. ഒരു റിസൾട്ട് മോശമല്ല, നിങ്ങൾ കഷ്ടപ്പെട്ടതിന് വിജയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംശയമാണ് ഏതൊക്കെ വിഷയമാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എനിക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഇനി +1 +2 ഓരോ വിഷയത്തിൽ A+ നേടാൻ സാധിക്കുക, ഇനി എത്ര മാർക്ക് നേടിയെടുക്കണം ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതുമ്പോൾ, അങ്ങനത്തെ പല സംശയങ്ങളുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി ടൂള് എജ്യൂപോർട്ടിന് എടുത്തിട്ടുണ്ട്. എജ്യൂപോർട്ടിന്റെ അതായത് നിങ്ങളുടെ +2 ഗ്രേഡ് എക്സാം അല്ലെങ്കിൽ നിങ്ങൾ +1 മാർക്ക് ബേസ് ചെയ്തിട്ട് +2 നിങ്ങൾ ഓരോ വിഷയത്തിലും എത്ര മാർക്ക് നേടണം, ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾ ഏതിലൊക്കെ ഡബിൾ പാസ്സായി, ഇനി നിങ്ങൾ +2 എത്ര മാർക്ക് നേടിയാണ് നിങ്ങൾക്ക് A+ കിട്ടുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു കിഡിലൻ ടൂൾ എജ്യൂപോർട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ടൂളിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ടൂൾ ഇപ്പോൾ തന്നെ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ടൂൾ ഈ ലിങ്ക് തുറക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ട്രീം സെലക്ട് ചെയ്യേണ്ട നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ ഓരോ വിഷയത്തിൽ നിങ്ങൾ കിട്ടിയ മാർക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വ്യൂ മൈ റിസൾട്ട് സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓരോ വിഷയത്തിനും മാർക്ക് അവിടെ കൊടുക്കുമ്പോൾ, ഇപ്പോൾ എക്സാം എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സാമ്പിൾ റിസൾട്ട് വെച്ച് നോക്കി. +2 ഇംഗ്ലീഷിൽ ഞാൻ ഡബിൾ പാസ് ആണ്, മലയാളത്തിൽ ഞാൻ ഡബിൾ പാസ് ആണ്, പക്ഷേ എക്കണോമിക്സിൽ എനിക്ക് എന്തില്ല, ഡബിൾ പാസ് ഇല്ല. ഹിസ്റ്ററി എനിക്ക് ഡബിൾ പാസ് ഇല്ല, പൊളിറ്റിക്സിൽ എനിക്ക് ഡബിൾ പാസ് ഇല്ല, സോഷ്യോളജിയിൽ എനിക്ക് എന്തുണ്ട്, ഡബിൾ പാസ് ഉണ്ട്. അപ്പോൾ ഓരോ വിഷയത്തിലും എനിക്ക് ഡബിൾ പാസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഓരോ വിഷയത്തിലും ഡബിൾ പാസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഓരോ വിഷയത്തിലും ഗ്രേഡ്, +1 മാർക്ക് മാത്രം ബേസുള്ള ഗ്രേഡ്, ഓരോ വിഷയത്തിലും ഏതൊക്കെ ഗ്രേഡാണ് കിട്ടിയതെന്നും ഏതൊക്കെ വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ എന്നോട് പറയാനെന്ത്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്യാണ് നമ്മുടെ ഈ ഒരു ടൂള് പറഞ്ഞു തരാണ്. അത് മാത്രമല്ല, നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിൽ A+ ഉണ്ട്, +2 നിങ്ങൾ TEയിൽ 75 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ സെറ്റ് ആവും. മലയാളത്തിൽ ഇപ്പോൾ A ഗ്രേഡ് ആണ്, നിങ്ങൾ +1 ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതിയിട്ട് 65 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് +2 നിങ്ങൾ 75 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് മലയാളത്തിൽ എന്ത് കിട്ടും, A+ കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരും. നിങ്ങൾ ഇനി എത്ര മാർക്കാണ് ഇമ്പ്രൂവ്മെന്റ് എക്സാമിൽ നേടേണ്ടത്, എത്ര മാർക്ക് നേടി നിങ്ങൾക്ക് ഡബിൾ പാസ് കിട്ടും, എത്ര മാർക്കാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ സെറ്റപ്പ് ആക്കാനുള്ളത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് എന്ത്, നമ്മുടെ ഈ ഒരു ടൂൾ എന്ന് പറയുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, TE മാർക്കാണ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ മാർക്കല്ല, TE മാർക്ക്. 80-ൽ എത്ര മാർക്ക് കിട്ടി, 60-ൽ എത്ര മാർക്ക് കിട്ടി, അതാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ TE മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ TE മാർക്കാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. അതായത് CE മാർക്ക് കൂട്ടാതെയുള്ള TE എന്ന് പറയുന്ന ഒരു മാർക്ക്, അതായത് നിങ്ങൾ റിട്ടൺ എക്സാം അഥവാ എഴുത്ത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എത്രയാണോ അതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങളുടെ ടോട്ടൽ മാർക്കല്ല, നിങ്ങളുടെ റിട്ടൺ എക്സാം അഥവാ TEയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കാര്യങ്ങൾ എജ്യൂപോർട്ട് എന്തെങ്കിലും പറഞ്ഞു തരും. ഏതിലൊക്കെ ഡബിൾ പാസ് ഉണ്ട്, ഓരോ വിഷയത്തിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞു തരും. ആൻഡ് നിങ്ങൾ എത്ര മാർക്ക് തന്നെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കമന്റ് ബോക്സ് നമ്മൾ ഇതിന് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് തന്നെ ഒരു സജഷൻ കൂടി, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സജഷൻ കൂടി എജ്യൂപോർട്ട് തരും. അങ്ങനെ നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ്മെന്റും +2 ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാണ് എജ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾ എജ്യൂപോർട്ടിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കൂടി ഫ്രീ ആയിട്ട് കിട്ടും, ഇമ്പ്രൂവ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ എജ്യൂപോർട്ടിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ +1 ഇമ്പ്രൂവ്മെന്റ് ഫ്രീ ആട്ടോ. നിങ്ങൾ എജ്യൂപോർട്ടിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താടാ, +1 ഇമ്പ്രൂവ്മെന്റ് ഫ്രീ ആണ്. നിങ്ങൾ എജ്യൂപോർട്ടിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെന്റ് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടും. സോ ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് എജ്യൂപോർട്ട് സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഫോമിന്റെ ലിങ്ക് നമ്മൾ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ റിസൾട്ട് നോക്കി നിങ്ങൾക്ക് തന്നെ എജ്യൂപോർട്ട് സജഷൻ തരുന്ന, എജ്യൂപോർട്ട് പ്രിപ്പയർ ചെയ്തുള്ള ഒരു ടൂളാണ്. ഈ ടൂളിന്റെ സഹായത്തോടു കൂടി ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നേടുന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, മുതലെടുക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ +1 നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 3 വിഷയങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.